പ്രിയ പ്രേക്ഷകരെ, റിപ്പോർട്ടറും മൈജിയും ചേർന്ന ലോകകപ്പ് പ്രവചന മത്സരം നടത്തിയിരുന്നു. ലോകകപ്പ് ഫൈനലിസ്റ്റുകൾ ആരാകും, കപ്പടിക്കുന്നത് ആരാകും, ഗോൾ നില എന്താകും, അങ്ങനെ 3 ചോദ്യങ്ങളായിരുന്നു. QR കോഡ് സ്കാൻ ചെയ്ത് 14,21,217 പേരാണ് പ്രവചന മത്സരത്തിൽ പങ്കെടുത്തത്. അതിൽ 110 പേർ ശരിയുത്തരം അയച്ചു. ഇതിൽ ആർക്കാകും ബമ്പർ സമ്മാനമായ ടൊയോട്ട ഗ്ലാൻസ് ലഭിക്കുക? റെഫ്രിജറേറ്റർ, TV, വാഷിംഗ് മെഷീൻ തുടങ്ങിയ സമ്മാനങ്ങളുമുണ്ട്. വിജയെ നറുക്കെടുപ്പിലൂടെ കണ്ടെത്തണം. ബാലൻസ് സിനിമയിലൂടെ നമ്മുടെ പ്രിയതാരം ആദി ശേഷൻ തയ്യാറാണ്. ഡോക്ടർ അരുൺകുമാറിനൊപ്പം മറൈൻ ഡ്രൈവിലെ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലേക്ക് പോകാം. ഓവർ ടു ഡോക്ടർ അരുൺകുമാർ. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അങ്ങനെ ആവേശകരമായ ലോകകപ്പിന് അങ്ങനെ തിരശ്ശീല വീണിരിക്കുകയാണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, നമുക്കൊന്നും വലിയ ഞെട്ടലുണ്ടായിരുന്നില്ല എങ്കിൽ പോലും ചിലർക്കൊക്കെ ഞെട്ടലുണ്ടായി. സ്പെയിൻ അങ്ങനെ കപ്പടിച്ചിരിക്കുന്നു. സ്പെയിൻ എത്ര ഗോളിനാണ് കപ്പടിച്ചത്? 1-0. സ്പെയിനും അർജന്റീനയും തമ്മിലാണ് ഈ ഫൈനൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. ഇതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ അസാമാന്യമായ പ്രഡിക്ഷൻ വേണം. കാരണം ഈ ടൂർണമെന്റിലെ ഫേവറേറ്റുകളായിരുന്നു അർജന്റീന, പോർച്ചുഗൽ, ദെൻ ഫ്രാൻസ്, ഇംഗ്ലണ്ട്. ഈ 4 ടീമുകളും പിന്നെ സ്പെയിനും. ഈ 5 ടീമുകൾ ടൈറ്റിലിന് വേണ്ടി പോരാടുന്ന സമയത്ത് സ്പെയിനു തന്നെ വിജയസാധ്യത ഉണ്ട് എന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമായിരുന്നില്ല. 14 ലക്ഷത്തോളം പേരാണ് റിപ്പോർട്ടറും മൈജിയും ഒരുക്കിയ പ്രവചന മത്സരത്തിൽ പങ്കെടുത്തത്. അതിൽ 110 പേർ വളരെ കൃത്യമായി ഈ 3 ചോദ്യങ്ങളുടെയും ശരിയുത്തരം നൽകി. ഫൈനലിസ്റ്റുകൾ ആരെല്ലാം? സ്പെയിൻ, അർജന്റീന. ഗോൾ നില എന്തായിരിക്കും? 1-0. വിജയി ആരായിരിക്കും? സ്പെയിൻ. ഈ 3 ചോദ്യങ്ങൾക്കും ശരിയുത്തരം 14 ലക്ഷം ആളുകളിൽ നിന്ന് 110 പേരാണ് കൃത്യമായി ശരിയുത്തരം നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മളിപ്പോൾ നിൽക്കുന്നത് മൈജിയുടെ കേരളത്തിലെ 2ാമത്തെ എപ്പിക് ഷോറൂമിലാണ്. ഇത് കൊച്ചിയിലാണ്, മറൈൻ ഡ്രൈവിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരുപാട് പ്രോഡക്റ്റുകളൊക്കെ കാണാം. ഇതൊക്കെ നേരിട്ട് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരമാണ് മൈജിയുടെ എപ്പിക് ഷോറൂം പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ മൈജിയും റിപ്പോർട്ടറും ചേർന്ന് നടത്തിയ വേൾഡ് കപ്പ് പ്രവചന മത്സരത്തിന്റെ നറുക്കെടുപ്പിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ പറഞ്ഞാൽ പിന്നെ മൈജി ആണെങ്കിലും റിപ്പോർട്ടറാണെങ്കിലും പറഞ്ഞാൽ വാക്ക് പാലിച്ചിരിക്കും. നമ്മൾ റിസൾട്ട് വന്നു. ഇന്നലെ രാത്രി 3 മണിയോടുകൂടി ഫലപ്രഖ്യാപനം വന്നു. ഇന്നിതാ സമയം 11 മണിയോടുകൂടി നമ്മൾ നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്. 1ാം സമ്മാനമായി നൽകാൻ പോകുന്നത് ടൊയോട്ടയുടെ ഗ്ലാൻസ കാറാണ്. 2ാം സമ്മാനമായി റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ടെലിവിഷൻ എന്നിവയുണ്ട്. 110 പേർക്കും സമ്മാനം നൽകുന്നു എന്നതാണ് പ്രത്യേകത. അത് എന്താണെന്ന് ഞാൻ വിശദമായി പ്രേക്ഷകരോട് പറയാം. അപ്പോൾ നമ്മൾ നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്. നറുക്കെടുപ്പിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്കൊപ്പം നമ്മളുടെ മൈജി ഷോറൂമിന്റെ തന്നെ എപ്പിക്കിന്റെ ബ്രാഞ്ച് മാനേജർ ശ്രീ വിമൽ ജോസ് നമുക്കൊപ്പമുണ്ട്. വിമൽ ജോസ്, വെൽക്കം. വിമൽ ജോസ്, വെൽക്കം. വെൽക്കം. ശരിക്കും വിമൽ ജോസ് ഏത് രാജ്യമായിരുന്നു പിന്തുണച്ചത്? 3 രാജ്യങ്ങളാണ് ആക്ച്വലി വേൾഡ് കപ്പില് വിന്നർ ആവുമെന്ന്, മീൻ ഫൈനലിലേക്ക് കയറുമെന്നും. ഒന്ന് അർജന്റീന അല്ല. അത് ശരി. എനിക്ക് ഇഷ്ടപ്പെട്ട ടീം ഫസ്റ്റ് പോർച്ചുഗൽ ആയിരുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോ. അതെ. 2ാമത്തെ ടീം ഇംഗ്ലണ്ട് ആണ്. പക്ഷെ 3ാമത്തെ ടീമില് ഞങ്ങള് ഫൈനൽ കയറ്റി സ്പെയിൻ ആയിരുന്നു. 3ാമത്തെ സാധ്യത ഉണ്ടായിരുന്നു. അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷേ സ്പെയിന്റെ കളി അറിയാവുന്നവർക്ക് സ്പെയിൻ അടിക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷെ അങ്ങനെ 14 ലക്ഷം പേരിൽ 110 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ 110 പേരുടെ പേര് ഇതിനുള്ളിലുണ്ട്. അവരുടെ ടെലിഫോൺ നമ്പർ ഉണ്ട്. അവരിൽ ആരാണ് 1ഉം 2ഉം 3ഉം സമ്മാനം നേടുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആദിശേഷനെ നമ്മൾ ക്ഷണിക്കുന്നു. ആദിശേഷൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം, ബാലൻ എന്ന സിനിമയിലൂടെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച നമ്മുടെ കുട്ടിത്താരമാണ്. ഹലോ ആദിശേഷൻ. ആദിശേഷൻ ആദ്യം നമുക്ക് സമ്മാനമായിട്ട് തരാം. ആദിശേഷന്റെ ടീം ഏതാ? എനിക്ക് റൊണാൾഡോ ആയിരുന്നു ഇഷ്ടം. പോർച്ചുഗലിന് പുറത്തായപ്പോ ആദിശേഷന് വിഷമമുണ്ടായോ? അതെ, വിഷമമുണ്ടായില്ലേ? ഇന്നലെ സ്പെയിൻ കപ്പടിച്ചത് കളി കണ്ടായിരുന്നോ? എനിക്ക് കാണുന്നുണ്ട്, പക്ഷേ പറ്റിയില്ല, പുറകെ പോയി അല്ലേ? സിനിമയൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? സ്കൂളിൽ ഹീറോ ആയോ? ആണോ? ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടെന്ന് കേട്ടു. അതെ. ആണോ? എന്റെ ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സും ഒത്തിരി സപ്പോർട്ടാണ് അല്ലേ? സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ കണ്ടറിയുമ്പോ എന്താ ചോദിക്കുന്നത്? ഇത് ബാലനല്ലേ എന്ന് ചോദിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് വരുന്ന വഴിയും ഒരു ചേട്ടനും ഒരു ചേച്ചിയും കണ്ടായിരുന്നു. അവര് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഞാൻ 2ാം ക്ലാസ്സിൽ. ഏതാ സ്കൂള്?
പഞ്ചായത്ത് LPS സ്കൂള്. പഞ്ചായത്ത് LPS സ്കൂള് അല്ലേ? ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആദിശേഷനാണ് നറുക്കെടുപ്പിൽ നമ്മളുടെ വിജയെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. നമുക്കൊപ്പം ശ്രീ ബിജോയ് ചന്ദ്രനുണ്ട്, ഡിജിറ്റൽ സെയിൽസ് ഹെഡ്. ഒപ്പം തന്നെ റിപ്പോർട്ടറിന്റെ കേരള സെയിൽസ് ഹെഡ് നിധിൻ ചന്ദ്രശേഖരനുണ്ട്. രണ്ടുപേരെയും സ്വാഗതം ചെയ്തു. ഹായ് ബിജോയ്, ഹായ് നിധിൻ. ഒപ്പം തന്നെ വിനീത വേണു, നമ്മളുടെ പ്രൊഡ്യൂസർ നമുക്കൊപ്പം ഉണ്ട്. ഒപ്പം തന്നെ എഡിറ്റർ നമുക്കൊപ്പം ഉണ്ട്. ഹായ് വിനീത, വെൽക്കം. അപ്പോൾ വിനീതയും ഒരു കടുത്ത ബ്രസീൽ ആരാധികയായിരുന്നു അല്ലേ? ബ്രസീലായിരുന്നു, പക്ഷെ ഇന്നലെ ഞങ്ങൾ ബ്രെയിൻ ആയിരുന്നു. ചില ആളുകൾ ബ്രേച്ചുകളായിട്ടുണ്ട്, ചില ആളുകൾ ബ്രെയിൻ ആയിട്ടുണ്ട്. എനിവേ, സ്പെയിൻ അങ്ങനെ കപ്പടിച്ചിരിക്കുന്നു. 14 ലക്ഷം പേർ അല്ലേ ബിജോയ്? 14 ലക്ഷത്തിലധികം പേര് പങ്കെടുത്തിട്ടുണ്ട്. ചെറിയ ഒരു കണക്കല്ല. പക്ഷേ നമ്മൾ സാധാരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ 60 ലക്ഷം പേര് വരെ പോയതാണ് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇത് 3 ചോദ്യങ്ങൾക്കും ശരിയുത്തരം നൽകണമായിരുന്നു. പക്ഷെ ശരിയുത്തരം നൽകിയവർ ഒരുപാട് പേരുണ്ട്. ശരിയുത്തരം നൽകിയവർ 110 പേരുണ്ട്. അതെ, പ്രതീക്ഷിച്ചിരുന്നു. ഇതിന്റെ ഫേവറേറ്റ് എന്റെയും ബ്രസീൽ തന്നെ ആയിരുന്നു. പിന്നെ ബിജോയോ? ഞാൻ ഫ്രാൻസ് ആയിരുന്നു, അതുകൊണ്ട് ഇന്നലെ സ്പെയിനായി. സ്പെയിനായി. അപ്പൊ ചുരുക്കത്തിൽ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ട് സ്പെയിൻ ഇത്രയധികം ആരാധകർ. 110 പേര്, 14 ലക്ഷം ആളുകളിൽ 110 പേർ മാത്രമാണ് സ്പെയിൻ 1-0 അർജന്റീനയെ ഫൈനലിൽ പരാജയപ്പെടുത്തും എന്ന് കൃത്യമായി ഉത്തരം എഴുതിയത്. ഈ 3 ചോദ്യങ്ങൾക്കും ശരിയുത്തരം എഴുതിയവരെ നമ്മൾ പരിഗണിച്ചിട്ടുള്ളൂ. അതെ, തീർച്ചയായും സാർ. അത് നമ്മൾ സെമി ഫൈനലിന് മുൻപ് ഇത് ക്ലോസ് ചെയ്തിരുന്നു. അതെ, അത് അപ്പോൾ പ്രവചിച്ചവരാണെന്ന് ഓർക്കണം. സെമി ഫൈനൽ തുടങ്ങുന്നതിന് മുമ്പ്, സെമി ഫൈനലിലെ ആദ്യ മത്സരം തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഫ്രാൻസും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുന്നതിന് മുൻപ്. അപ്പോ ഫ്രാൻസിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൽപ്പിച്ചിരുന്നത് അല്ലെ? ഏറ്റവും കൂടുതൽ ഫ്രാൻസ് ആയിരുന്നില്ലേ? ഏറ്റവും കൂടുതൽ ഫ്രാൻസ് ആയിരുന്നു. അർജന്റീനയുണ്ട്. അർജന്റീനയ്ക്കാണ് കൂടുതൽ ആളുകൾ സാധ്യത കൽപ്പിച്ചിരുന്നത്. പിന്നെ ഫ്രാൻസ് ആയിരുന്നു. അപ്പൊ അർജന്റീന, ഫ്രാൻസ് വളരെ പിന്നിലായിരുന്നു. ഏറ്റവും പിന്നിലുണ്ടായിരുന്ന രാജ്യമാണ് സ്പെയിൻ എന്നുള്ളത്. അത് 110 പേർക്ക് അതിലുണ്ട്. ഈ 110 പേരും ഈ പരിപാടി തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമുക്കിനി ചടങ്ങിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഒന്നാം സമ്മാനമായി ടൊയോട്ട ഗ്ലാൻസ കാറാണ് കൊടുക്കാൻ പോകുന്നത്. എന്നത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും സാർ? അത് നമ്മൾ വിന്നർ ലിസ്റ്റ് നമ്മൾ ഹെഡ് ഓഫീസിലേക്ക് പ്രൊസീഡ് ചെയ്യും. എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ബാക്കിംഗ് കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ടൊയോട്ട ഗ്ലാൻസ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെഫ്രിജറേറ്റർ അല്ലേ? റെഫ്രിജറേറ്റർ ആണ്, വാഷിംഗ് മെഷീൻ. പിന്നെ നമ്മൾ ഒരു സാധനം കൂടെ കൊടുക്കുന്നുള്ളൂ, ടിവിയും കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ 110 പേർക്കും റിപ്പോർട്ടർ ഫുട്ബോൾ സമ്മാനം അല്ലേ? അതെ, എല്ലാവർക്കും ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. ശരിയുത്തരം അയച്ച 3 ചോദ്യങ്ങൾക്കും ശരിയുത്തരം അയച്ച 110 പേരിൽ 14 ലക്ഷത്തിൽ നിന്ന് 110 പേർക്ക് എല്ലാവർക്കും സമ്മാനം നൽകുന്നു എന്നതാണ്.